എല്ലാവർക്കും നമസ്കാരം. 2025 മാർച്ച് മാസം 4-ാം തീയതി ചൊവ്വാഴ്ച കുംഭഭരണിയാണ്. ദേവീ പ്രാർത്ഥനകൾക്ക് ഉത്തമമായ ദിവസമാണ് ഭരണി ദിവസവും ചൊവ്വാഴ്ച ദിവസവും. കുംഭമാസത്തിലെ ഭരണി നാൾ ദേവിക്ക് വളരെ പ്രാധാന്യമുള്ള ദിവസമാണ്. തൻ്റെ ഭക്തരെ ഏതു പ്രതിസന്ധിയിൽ നിന്നും കരകയറ്റുന്ന ദേവിയോടുള്ള തെളിഞ്ഞ ഭക്തിയാണ് നമ്മൾക്ക് ഉണ്ടാകേണ്ടത്. അതായത് നിഷ്കാമ ഭക്തി. ഒന്നും ആഗ്രഹിക്കാതെ, ഒന്നും ചോദിക്കാതെ തന്നെ ദേവി നമ്മുടെ ആഗ്രഹങ്ങൾ കണ്ടറിഞ്ഞ് നമ്മളെ അനുഗ്രഹിക്കുന്നതാണ്. ഇന്നത് വേണമെന്ന് നമ്മൾ പറയുന്നതിനും പകരമായിട്ട് ദേവി നമ്മളുടെ പ്രാർത്ഥന ഒന്നും ആഗ്രഹിക്കാതെയാണെങ്കിൽ നമ്മളുടെ പ്രാർത്ഥന ദേവി കൈകൊണ്ട് ദേവി അത് കേട്ട് നമ്മളെ വളരെ വേഗത്തിൽ അനുഗ്രഹിക്കുന്നതാണ്. അതിരാവിലെ വിളക്ക് കൊളുത്തി, നെയ്വിളക്ക് കൊളുത്തി ദേവിയെ പ്രാർത്ഥിക്കുന്നത് വളരെ നല്ലതാണ്. നെയ്വിളക്ക് കൊളുത്തുവാൻ സാധിക്കാത്തവർക്ക് എണ്ണവിളക്ക് കൊളുത്താവുന്നതാണ്. ഭക്തിയോടെ ലളിതാ സഹസ്രനാമം ജപിക്കുന്നതും ദേവീ മാഹാത്മ്യം പാരായണം ചെയ്യുന്നതും മറ്റു ദേവീ സ്തുതികളെല്ലാം തന്നെ ജപിക്കുന്നതും ഭദ്രകാളി അഷ്ടോത്തരം ജപിക്കുന്നതും ദേവി അഷ്ടോത്തരം ജപിക്കുന്നതും എല്ലാം തന്നെ അതീവ ശ്രേഷ്ഠമാണ്. കുംഭഭരണി ദിനത്തിൽ ഒരിക്കൽ അനുഷ്ഠിച്ച് ദേവീ പ്രീതി വരുത്തിയാൽ ചൊവ്വാദോഷം മാറുമെന്നാണ് വിശ്വാസം. ദേവീക്ഷേത്രത്തിലെ പ്രധാനപ്പെട്ട ചില വഴിപാടുകളാണ് രക്തപുഷ്പാഞ്ജലി, കടും പായസം, അഷ്ടോത്തര പുഷ്പാഞ്ജലി, ഗുരുതി, ചുവന്ന പട്ട് സമർപ്പണം, ചുവന്ന പൂക്കൾ കൊണ്ടുള്ള മാല. ഇവയെല്ലാം തന്നെ ദേവിക്ക് വളരെ ഇഷ്ടപ്പെട്ട വഴിപാടുകളാണ്. ഏത് വഴിപാടിനേക്കാളും പ്രധാനം ദേവിയോടുള്ള ഭക്തിയും പ്രാർത്ഥനയും തന്നെയാണ്. ഇത് ഉത്തരായന കാലമാണ്. ഈശ്വരാരാധനയ്ക്ക് ഉത്തമമായ സമയവുമാണ്. വളരെ വേഗത്തിൽ തന്നെ നമ്മുടെ നാമജപങ്ങൾക്ക് ഫലം ലഭിക്കുന്ന ഉത്തമ സമയവുമാണ്. വളരെ പ്രധാനപ്പെട്ട ചില ദേവീസ്തുതികളാണ് ഇന്നിവിടെ പറയുന്നത്. ദേവീസ്തുതികൾ. ഓം സർവചൈതന്യരൂപതാം ആദ്യാം ദേവി ച ധീമഹി ബുദ്ധിം യാന പ്രചോദയാത്. കാർത്യായനി മഹാമായേ ഭവാനി ഭുവനേശ്വരി സംസാരസാഗരേ മഗ്നം മാമുദ്ധര കൃപാമയീ. ബ്രഹ്മാ വിഷ്ണു ശിവാരാധ്യേ പ്രസീദാ ജഗദംബികേ മനോഭിലഷിതം ദേവി വരം ദേവി നമോസ്തുതേ. സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണീ നമോസ്തുതേ. സർവസ്വരൂപേ സർവേശേ സർവശക്തിസമന്വിതേ ഭയേഭ്യസ്ത്രാഹി നോ ദേവി ദുർഗാദേവി നമോസ്തുതേ. ജ്വാലാകരാളമത്യുഗ്രം അശേഷാസുരസൂദനം ത്രിശൂലം പാതു നോ ദേവി ഭദ്രകാളീ നമോസ്തുതേ.